Hi, welcome back to my channel. And today we are going to wind up the exercise which we were discussing, and that means two more questions I have selected from the exercise. One thing, I am using a mask, so maybe my audio is not clear, so you have to adjust with that. If you face any severe problem, you can contact me. I think my audio is almost clear, and since I am wearing mask. This is the first question which we are going to discuss. Two questions I have selected. This is the first question and this is the next question. So let me discuss this question for you. Read the question. Arun bought a pair of skate shoes of a sale where the discount given was 20%. If the amount he pays is rupees 1,600, find the marked price. This is the question. Find the മാർക്ക്ഡ് പ്രൈസ്. അതായത് ഈ ക്വസ്റ്റ്യൻ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു അരുൺ എന്ന് പറയുന്നൊരു കുട്ടി രണ്ട് സ്കേറ്റ് ഷൂസ് മേടിച്ചു. ഒരു പെയർ ഓഫ് സ്കേറ്റ് ഷൂസ് മേടിച്ചു. ഓക്കെ, ഒരു പെയർ. എത്ര ശതമാനം ഡിസ്കൗണ്ട് അവന് കിട്ടി? 20% ഡിസ്കൗണ്ട് കിട്ടി. ഓക്കെ, അവൻ എത്ര രൂപ അയാൾക്ക് കൊടുക്കേണ്ടി വന്നു? കച്ചവടക്കാരൻ അവൻ എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? 1600 രൂപ കൊടുത്തു. ഓക്കെ, ദെൻ ഫൈൻഡ് ദ മാർക്ക്ഡ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഷൂസ്, നമുക്കൊരു ഷൂസ് വരയ്ക്കാം. സ്കേറ്റ് ഷൂസാണ്. സ്കേറ്റ് ഷൂസ് എന്ന് വെച്ചാൽ റോളറുള്ള ഷൂസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, റോളറുള്ള ഷൂസ്. ഇതാണ് സ്കേറ്റ് ഷൂസ് എന്ന് വിചാരിക്കാം. ഈ ഷൂസിനെ സംബന്ധിച്ച് നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ, ഏതൊരു സാധനത്തിൽ നമ്മൾ കടയിൽ മേടിക്കാൻ പോകുമ്പോഴും അതിൽ MRP ഉണ്ടാവും. അതിനെയാണ് മാർക്ക്ഡ് റീറ്റെയിൽ പ്രൈസ് ഓർ MRP എന്ന് പറയുന്നത്. ഒരു സാധനം നമ്മൾ കടയിൽ മേടിക്കാൻ പോകുമ്പം അതിൻ്റെ മുകളിൽ ഒരു ബാർകോഡ് ഉണ്ടാവില്ല, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുണ്ടാവും. എന്തായാലും ഉണ്ടാവും MRP, അതിൻ്റെ വില എത്രയാണ്, അതിൻ്റെ ഒറിജിനൽ റേറ്റ് എത്രയാണ്. അതിനെയാണ് മാർക്ക്ഡ് പ്രൈസ് ഓർ മാർക്ക്ഡ് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് എമൗണ്ട് വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ഹിയർ. ഫൈൻഡ് ദ മാർക്ക്ഡ് പ്രൈസ്, അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇതൊരു പെയർ ഓഫ് ഷൂസാണ്. ഈ ഷൂസിന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ, ഇതൊരു കവറാണെന്ന് വിചാരിക്കുക ഷൂസിൻ്റെ, അതിൻ്റെ മുകളിൽ MRP എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് മാർക്ക്ഡ് റീറ്റെയിൽ പ്രൈസ്. അത് തന്നിട്ടില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാർക്ക്ഡ് പ്രൈസ് അത് തന്നിട്ടില്ല. MRP എത്രയായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ. മനസ്സിലായില്ലേ? അപ്പം അരുൺ ഷൂസ് മേടിക്കാൻ വേണ്ടി കടയിൽ പോകുന്നു. ഈ ഷൂസിൻ്റെ ബോക്സ് എടുക്കുന്നു. അതിൻ്റെ മുകളിൽ MRP ഉണ്ട്. ആ MRP എത്രയാണെന്ന് അറിയത്തില്ല. ആ MRP ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അരുൺ അത് കണ്ടു, പക്ഷേ അരുൺ നമ്മളോട് പറയാൻ തയ്യാറല്ല എന്ന് വിചാരിക്കാം. നമ്മളത് കണ്ടുപിടിക്കണം ഈ തന്ന ഹിൻഡ് ഉപയോഗിച്ച്. സോ MRP ഈസ് നോട്ട് ഗിവൺ, X rupees ആണെന്ന് വിചാരിക്കാം. സിൻസ് MRP ഈസ് നോട്ട് ഗിവൺ, വി ക്യാൻ അസ്യൂം MRP as X. So I given the MRP as X rupees. Since that is not given, or since we are going to calculate MRP, let it be X. Okay. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ MRP തന്നിട്ടുണ്ട്. ഈ X രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വില. അഥവാ MRP. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒറിജിനൽ വിലയിൽ നിന്നും ഇവൻ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി? 20% ഡിസ്കൗണ്ട് കിട്ടി. എന്നിട്ട് അവൻ എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? 1600 രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ, അല്ലേ? 1600 രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ. അതായത് ലെറ്റ് MRP ഓർ മാർക്ക്ഡ് റീറ്റെയിൽ പ്രൈസ് ആസ് X rupees ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒറിജിനൽ വില അഥവാ അതിൻ്റെ മാർക്ക്ഡ് പ്രൈസ് X രൂപയാണെന്ന് വിചാരിക്കുക. ഇനി എത്രയാണ് അവന് ഡിസ്കൗണ്ട് കിട്ടിയത്? ഹൗ മച്ച് എമൗണ്ട് ഹി ഗോട്ട് ഇറ്റ് ആസ് ഡിസ്കൗണ്ട് എന്താണ്? ഡിസ്കൗണ്ട് ഈസിക്കൽ എത്ര പെർസെൻറ്റേജ് കിട്ടി? 20%. 20% ഡിസ്കൗണ്ട് ഹി റിസീവ്ഡ്. സോ 20% ഓഫ് വാട്ട്? 20% ഓഫ് ദ ഒറിജിനൽ എമൗണ്ട് ഓഫ് ദ ഷൂസ്, ദാറ്റ് ഈസ് X രൂപയാണല്ലോ അതിൻ്റെ ഒറിജിനൽ എമൗണ്ട്. അപ്പോൾ അതിൻ്റെ 20% ആണ് അവന് ഡിസ്കൗണ്ട് കിട്ടിയത്. അതായത് 20% ഓഫ് X ഹി റിസീവ്ഡ് ആസ് ഡിസ്കൗണ്ട്. യു മേ അണ്ടർസ്റ്റുഡ്, നോ? Isn't it? Why it become 20% of X? Because what is the original amount of the shoes? So 20% of that he received as discount. So original rate of the shoes, we assume that it has X, no? So discount will be 20% of X, no? So it become, when you convert into mathematically, it become 20/100 into X. Or when you simplify, you can cancel this 0 and 0. So it become 2/10 into X. Otherwise 2x/10. So 2x/10 rupees is the discount he received. Okay. Then how we will get sale price? എങ്ങനെയായിരിക്കും ഈ രണ്ട് കാര്യത്തിൽ? അതായത് അതിൻ്റെ ഒറിജിനൽ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് X രൂപയായിട്ട്, ഡിസ്കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു 2x/10. എങ്കിൽ എങ്ങനെയാണ് സെയിൽ പ്രൈസ് കണ്ടുപിടിക്കുക?
എന്താണ് സെയിൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂസ് അയാൾ എത്ര രൂപയ്ക്കാണ് ശരിക്കും വിറ്റത്, അതിനെയാണ് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. എന്താണ് സെയിൽ പ്രൈസ്? ഈ ഷൂസ് അയാൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്, അതിനെയാണ് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. ആ സെയിൽ പ്രൈസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ശരിക്കും സെയിൽ പ്രൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു സാധനത്തിൻ്റെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ എമൗണ്ടിൽ നിന്നും ഡിസ്കൗണ്ട് കുറയ്ക്കുന്നതാണ്. അങ്ങനെയല്ലേ? ഉദാഹരണത്തിന് ഞാൻ ഈ കടയിൽ പോയി ഈ മാർക്കർ മേടിക്കാൻ പോയി. ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, അപ്പം ഞാനിതിൻ്റെ MRP നോക്കിയപ്പം 25 രൂപ സപ്പോസ് വിചാരിക്കുക. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇതിൻ്റെ MRP 25 രൂപയോ? അതെങ്ങനെ ചേട്ടാ ശരിയാവോ? അപ്പം എന്നോട് പറഞ്ഞു, മോനെ 25 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ എമൗണ്ട്, മോൻ എനിക്ക് 5 രൂപ ഡിസ്കൗണ്ട് കഴിച്ച് 20 രൂപ തന്നാൽ മതിയെന്ന്. അതായത് എന്താണ്? അപ്പോൾ ഞാൻ എത്ര രൂപയാണ് ഇതിന് കൊടുക്കേണ്ടത്? 20 രൂപ. അതായത് ഇതിൻ്റെ സെയിൽ പ്രൈസ് അഥവാ എനിക്ക് കിട്ടുന്ന വില, അതിനെയാണ് സെയിൽ പ്രൈസ്. അല്ലെങ്കിൽ ഇത് അയാൾ വിൽക്കുന്നത് വില എത്രയാണ്? ഈ മാർക്കർ അയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില എത്ര രൂപയാണ്? 25 രൂപയാണോ? അല്ല, 25 രൂപേൻ്റെ MRP ആണ്. 5 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഇയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയാണ് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ സെയിൽ പ്രൈസ് 20 രൂപയാണ്. അതെങ്ങനെയാണ് നമ്മൾ കിട്ടിയത്? ഇതിൻ്റെ MRPന്ന് ഡിസ്കൗണ്ട് കുറച്ചാലാണ് നമുക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില അഥവാ സെയിൽ പ്രൈസ് കിട്ടുക. അതുപോലെ തന്നെയാണ് ഇത് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. എന്താണ്? MRP മൈനസ് ഡിസ്കൗണ്ട്. അതായത് ഒറിജിനൽ വില എത്രയാണോ അതിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടേണ്ട വില അഥവാ അയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയായ SP കിട്ടുക. സോ this is the relation you must use here. And what is SP here? SP we can replace as 1600 because why? Because it is given that the amount he pays is 1600. അതായത് 1600 രൂപയാണ് അയാൾ ആ ചെറുക്കൻ ഈ സ്കേറ്റ് ഷൂസിന് വേണ്ടി കൊടുത്തത്. അതായത് 1600 രൂപയാണല്ലോ ഇതിൻ്റെ സെയിൽ പ്രൈസ്. അതായത് കച്ചവടക്കാരൻ ഇവന് വിറ്റ വില എത്രയാണ്? 1600. അപ്പോൾ അതാണല്ലോ ഇതിൻ്റെ സെയിൽ പ്രൈസ്. സോ സെയിൽ പ്രൈസ് is given here 1600 and MRP is so this is the equation you must use and replace each data into the values. That means sale price is given as 1600. Why it becomes 1600? Because sales price is the amount that Arun paid for that, isn't it? Paid for the skater. So this is the sale price. എത്ര രൂപയ്ക്കാണ് അരുണിന് കിട്ടിയത് അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് കച്ചവടക്കാരൻ അരുണിന് വിറ്റത്, അതാണ് സെയിൽ പ്രൈസ്. ദാറ്റ് ഈസ് ഗിവൺ. സോ യു ക്യാൻ റീപ്ലേസ് സെയിൽ പ്രൈസ് ആസ് 1600 and you can replace MRP as X. We have mentioned it as X and discount as 2x/10. You may understood, no? Okay. And you can cancel this 2 and 10 again. You can cancel this 2 and 10. How you can cancel? In 2 how many? 2 1. In 10 how many? 2 5. In that way you can cancel. So it become 1600 is equal to x minus 1x/5. It become x/5, no? So 1600 is equal to, that implies 1600 is equal to, you can give the denominator as 1, you can cross multiply. 5 into x, 5x, minus 1 into x, x. So 5x minus x become 4x, divided by 1 into 5, 5. Cross multiplication, 5 into x, 5x. Then this sign as it is. Then 1 into x, 1x or x divided by 1 into 5, 5. So 5x minus x become 4x/5. In that way we got the value of right side as 4x/5. Then let us solve for x. The next thing remaining is let us solve for the value of x. How we can solve for the value of x? Then I am using this green ink. സോ ഇതിന് ക്ലാരിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ക്ലാരിറ്റിക്ക് പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല, ഞാൻ അത്ര ഫോക്കസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ എക്സ് സോൾവ് ചെയ്തെടുക്കുക. എങ്ങനെ? 4x റൈറ്റ് സൈഡിൽ നിർത്തുക, ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്തായി? 1600 into 5 is equal to what? 4x, no? So in between you can give that imply sign. So this is the 1500 into 5. Just take this 5 to left side. Since the 5 is in the division part, when you take the left side it becomes in the multiplication part. So 1600 into 5 is equal to 4x. Then what will be the value of x? Take this 4 to left side. So it becomes 1600 into 5 divided by 4. That will give you the value of x. That means x will be what? 1600 into 5 divided by 4. We have to solve this. Then only we will get the value of x. Okay, how we can solve this? You can cancel this 1604 by what? By 4. Isn't it? 4 which cancel. 4 which cancel. In 4 how many? 4 1. In 16 how many? 4 4. Then 0 0. So 400 into 5 will be what? 2000. So the amount, the value of x will be what? 2000 rupees. And in the conclusion you can write, so the MRP, x is nothing but the MRP, no? So MRP will be 2000 rupees. This is the answer for the question. You may understood, no? So this is the next question we are going to solve. I purchased a hair dryer for rupees 5400
including 8% VAT. VAT means value added tax. When you expand VAT, it becomes value added tax. Find the price before VAT was added. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പം ഈ വാറ്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല, അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ് വാറ്റിൻ്റെ എക്സ്പാൻഷൻ. അതായത് നിങ്ങൾക്കറിയാം, ചില സാധനങ്ങൾ ഇപ്പം മേടിക്കുമ്പം നമുക്കതിൻ്റെ ടാക്സ് അടയ്ക്കണം, എങ്കിലേ ആ സാധനം കിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ഈ മാർക്കർ മേടിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. ശരിക്കും മാർക്കറിന് ചിലപ്പോൾ 18 രൂപയും മറ്റും ഉണ്ടാവുള്ളൂ. മാർക്കറിൻ്റെ ഒറിജിനൽ വില ചിലപ്പോൾ 18 രൂപയും മറ്റും ആയിരിക്കും. പിന്നെ ബാക്കി 2 രൂപ അവർ ടാക്സ് ആയിട്ട് മേടിക്കും നമ്മുടെ അടുത്ത് നിന്ന്. അതായത് ഈ സാധനം ഇവിടെ എത്തണമെങ്കിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജും, ഈ മാർക്കർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാക്കിയത്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ നമ്മുടെ അടുത്ത് ഈടാക്കും. അതിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഈ സാധനത്തിൻ്റെ ശരിയായ വിലേൻ്റെ കൂടെ ടാക്സും കൂടെ മേടിച്ചിട്ടാണ് അവർ ഫൈനൽ ഒരു റേറ്റ് നമ്മളോട് പറയുക. മനസ്സിലായോ? അതായത് ഇതിൻ്റെ MRP എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ വിലയോടുകൂടി ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് MRP നമ്മളോട് പറയുക. ഓക്കെ, ഏതൊരു സാധനത്തിനും അങ്ങനെ നമ്മൾ ടാക്സ് പേ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിക്കൽ ഷോപ്പിലൊക്കെ മരുന്ന് നമ്മൾ വിൽക്കുകയാണെങ്കിൽ മെഡിക്കൽ ഷോപ്പുകാർക്കറിയാം, നമ്മൾ ആ മരുന്ന് വിൽക്കുമ്പം ആ മരുന്നിൻ്റെ ഒറിജിനൽ വില ചിലപ്പോൾ 8 രൂപയായിരിക്കും. 2 രൂപ ടാക്സും കൂടെ നമ്മുടെ അടുത്ത് മേടിച്ച് 10 രൂപ എന്നാണ് നമ്മളോട് MRP പറയുക. അപ്പം ടാക്സ് മേടിക്കണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ടാക്സും കൂടെ അടങ്ങിയിട്ടാണ് നിങ്ങളുടെ MRP വരിക. ഓക്കെ, അതായത് നമുക്കൊരു ഇക്വേഷൻ വേണമെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. MRP എന്ന് പറയുന്നത് അഥവാ മാർക്ക്ഡ് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ പ്രൈസിൻ്റെ കൂടെ ടാക്സ് അല്ലെങ്കിൽ വാറ്റ്, ടാക്സ് എന്ന് പറയാം അല്ലെങ്കിൽ വാറ്റ് എന്ന് പറയാം, ഒക്കെ പറയൂ കേട്ടോ. അതായത് MRP എന്ന് പറയുന്നത് എപ്പോഴാണ് കിട്ടുക? ശരിക്കും അതിൻ്റെ വിലയിൻ്റെ കൂടെ ടാക്സും വാറ്റും അല്ലെങ്കിൽ ടാക്സോ അല്ലെങ്കിൽ വാറ്റോ, ടാക്സ് എന്ന് വെച്ചാൽ ടാക്സ് തന്നെ, വാറ്റ് എന്ന് വെച്ചാൽ വാല്യൂ ആഡ് ടാക്സ്. അതായത് ഇത് രണ്ടും ഒരേ മീനിങ് ആണ്. അതായത് ഒരു സാധനത്തിൻ്റെ MRP അഥവാ മാർക്ക്ഡ് റീറ്റെയിൽ പ്രൈസ് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ശരിയായ വിലയുടെ കൂടെ ഒറിജിനൽ പ്രൈസിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്തിട്ടാണ് അവർ പറയുക, ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളോട് MRP പറയുക. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഇൻ ദിസ് കേസ്. MRP or marked retail price will be its original amount plus tax or VAT. It means that നമ്മളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ MRP എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് അതിൻ്റെ ശരിയായ വിലേൻ്റെ കൂടെ ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് അവർ MRP പറയുന്നത്. അപ്പോൾ ഇതാണ് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. I purchased a hair dryer for ₹5,400. അതായത് ഇവിടുത്തെ ഹിയർ സെയിൽ പ്രൈസ് ഈസ് ഗിവൺ ആസ് ₹5,400 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാനൊരു ഹെയർ ഡ്രയർ മേടിച്ചു. എത്ര രൂപയ്ക്ക്? 5,400 രൂപയ്ക്ക്. അതായത് 5,400 രൂപയാണ് ആ കച്ചവടക്കാരൻ എന്നോട് ചോദിച്ചത്. അതായത് ആ മേടിച്ച സാധനത്തിൻ്റെ സെയിൽ പ്രൈസ്, വിറ്റ വില, എനിക്ക് കിട്ടിയ വില അഥവാ വിറ്റ വില. അതായത് ഞാൻ ഒരു സാധനം 5,400 രൂപയ്ക്ക് മേടിച്ചു എന്ന് പറയുമ്പം അയാൾ എനിക്ക് വിറ്റ വിലയാണ് 5,400. അതായത് സെയിൽ പ്രൈസ് ഈസ് ഗിവൺ ആസ് ₹5,400. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ, നോ? യെസ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് 8% of VAT. You may understood that. It includes 8% of VAT. അപ്പോൾ ഇതാണ് എനിക്ക് തന്ന വില, സെയിൽ പ്രൈസ്. അഥവാ നമുക്കിതിനെ MRP എന്ന് വേണമെങ്കിൽ, ഒരു മിനിറ്റ്, ഓക്കെ, സെയിൽ പ്രൈസ് ഇതിൽ ഇവിടെ ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഈ MRPൻ്റെ സാധനത്ത് ചില സമയത്ത് നമ്മൾ സെയിൽ പ്രൈസും യൂസ് ചെയ്യും കേട്ടോ. ഈ ഫോർമുലയിൽ സെയിൽ പ്രൈസ് അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്കിത് നിങ്ങൾ ജനറലി അങ്ങ് എഴുതി വെക്കാം. ഞാൻ ഈ സിറ്റുവേഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതാണ് സെയിൽ പ്രൈസ്. ഓക്കെ, ഇനി ഇതാണ് എനിക്ക് ഹെയർ ഡ്രയർ ഞാൻ മേടിച്ച വില. ഇതായിരിക്കും ഇതിൻ്റെ ഒറിജിനൽ വില അല്ല. കാരണം എന്താ? ഒറിജിനൽ വിലയോടുകൂടി 8% ടാക്സും കൂടെ ആഡ് ചെയ്ത വിലയായിരിക്കുമല്ലോ 5,400 രൂപ. മനസ്സിലായില്ല? ഈ ഹെയർ ഡ്രയറിന് ഈ 5,400 രൂപ ഉണ്ടാവാൻ സാധ്യതയില്ല. കുറച്ചും കൂടെ പൈസ കുറവായിരിക്കും ശരിക്കും അതിൻ്റെ എമൗണ്ട്. പക്ഷേ അവരെന്ത് ചെയ്തു? 8% ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് 5,400 രൂപ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചത്. അതായത് ഇതിൻ്റെ ഈ ഹെയർ ഡ്രയറിൻ്റെ ഒറിജിനൽ വിലയായിരിക്കും 5,400 അല്ല. സോ ലെറ്റ് ഇറ്റ്സ് ഒറിജിനൽ പ്രൈസ് ആസ് ₹X. അതായത് ഹെയർ ഡ്രയറിൻ്റെ ശരിക്കുള്ള വില X രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ 5,400 രൂപ കൊടുക്കേണ്ട വന്നത്?
എക്സ് രൂപ അതിൻ്റെ ഒറിജിനൽ വിലയാണ്. അതിൻ്റെ കൂടെ ടാക്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളെടുത്ത് അയാൾ ഈ 5400 രൂപ മേടിച്ചത്. സോ ലെറ്റ് ഇറ്റ്സ് ഒറിജിനൽ പ്രൈസസ് എക്സ് റുപ്പീസ്. ആ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കി, ഫൈൻഡ് ദ പ്രൈസ് ബിഫോർ വാറ്റ് വാസ് ആഡഡ്. അതായത് ടാക്സ് ആഡ് ചെയ്യാതെ ഉള്ള അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതായത് അതിൻ്റെ ഒറിജിനൽ എമൗണ്ട് അല്ലേ. ടാക്സ് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് 5400 രൂപ നമ്മുടെ അടുത്ത് മേടിച്ചെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് ആഡ് ചെയ്യാതെ അതിന് എത്ര വില ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വില എത്രയെന്നല്ലേ നമ്മളോട് ചോദിക്കുന്നത്. അതെ, അപ്പോൾ ലെറ്റ് ഇറ്റ്സ് ഒറിജിനൽ പ്രൈസ് ഈസ് എക്സ് റുപ്പീസ്. വി അസ്യൂംഡ് ഇറ്റ് ആസ് എക്സ്. ആക്ച്വലി ദ ക്വസ്റ്റ്യൻ ഈസ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. യു മേ അണ്ടർസ്റ്റുഡ്, നോ? യെസ്. ആൻഡ് ഇപ്പോൾ എക്സ് രൂപയായിട്ട് എടുക്കുക നമ്മൾ. ഇനി അടുത്തത്, ഇനി എത്ര ശതമാനമാണ് ടാക്സ് ആഡ് ചെയ്തത്? 8% ടാക്സ് ആഡ് ചെയ്തു. 8% ഓഫ് വാട്ട്? എപ്പോഴും ടാക്സ് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക? അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണോ അതിൻ്റെ കൂടെയാണ് ടാക്സ് ആഡ് ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് പല ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസിലൂടെ ചെയ്യണം. ഈ മാർക്കറിന് 18 രൂപ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. 2 രൂപ ടാക്സും കൂടെ ചേർത്ത് 20 രൂപയാണ് എൻ്റെ അടുത്ത് നിന്ന് മേടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണോ അതിൻ്റെ ഇത്ര ശതമാനമായിരിക്കും ടാക്സ് അവരും ആഡ് ചെയ്യുക. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇപ്പോൾ 18 രൂപ എന്ന് വിചാരിക്കാം. 18 രൂപേൻ്റെ ഒരു ഇത്ര % ടാക്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് 20 രൂപ നമ്മളോട് മേടിക്കുന്നത്. അതായത് ടാക്സ് എപ്പോഴും 8% ആണ്. ടാക്സ് എന്ന് പറയുമ്പോൾ 8% ഓഫ് വാട്ട്? 8%. എന്തിൻ്റെ 8% ടാക്സായിട്ട് അവർ ആഡ് ചെയ്യുക? ഇതിൻ്റെ ഈ ഹെയർ ഡ്രയറിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണോ അതിൻ്റെ 8% ടാക്സായിട്ട് ആഡ് ചെയ്യുക. അതായത് 8% ഓഫ് വാട്ട്? എക്സ്. വൈ? ബിക്കോസ് ഒറിജിനൽ പ്രൈസ് ഓഫ് ദ ഹെയർ ഡ്രയർ നമ്മൾ ഓൾറെഡി എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ ശരിയായ യഥാർത്ഥ വില. എപ്പോഴും ടാക്സ് എന്ന് പറയുന്നത് ഇത്ര ശതമാനം ഓഫ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരിക്കും. അതായത് ഇവിടെ 8% ആണ് ടാക്സ് എന്ന് പറഞ്ഞാൽ 8% ഓഫ് എക്സ് ആണ് ടാക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ടാക്സ് 8% ഓഫ് എക്സ് എന്ന് എഴുതാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് 8% ഓഫ് 5400 എന്ന് എഴുതാത്തത്? ഇതിൻ്റെ ഒറിജിനൽ വിലയല്ല ഇത്. ഒറിജിനൽ വിലയുടെ ആണ് ടാക്സ്. ഒറിജിനൽ വിലേനെയാണ് ടാക്സ് ഡിപ്പെൻഡ് ചെയ്ത് വരിക. സോ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇനി അടുത്തത് നോക്കാം. ഇത്രയും കാര്യം എഴുതി. ഇനി നമുക്ക് കിട്ടിയ സെയിൽ പ്രൈസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സെയിൽ പ്രൈസിനൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുമോ? എനിക്ക് കിട്ടിയ വിലേനെയാണ് ഞാൻ സെയിൽ പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിൽ പ്രൈസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? കച്ചവടക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? കച്ചവടക്കാരൻ അതിൻ്റെ ഒറിജിനൽ എമൗണ്ട്, ഹെയർ ഡ്രൈൻ്റെ ഒറിജിനൽ എമൗണ്ടിൻ്റെ കൂടെ ടാക്സും കൂടെ ആഡ് ചെയ്തു. ഹെയർ ഡ്രൈൻ്റെ ശരിക്കുള്ള വിലേൻ്റെ കൂടെ ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് സെയിൽ പ്രൈസ് മേടിക്കുന്നത്. അഥവാ കച്ചവടക്കാരൻ അതിൻ്റെ ഒറിജിനൽ എമൗണ്ടിൻ്റെ കൂടെ ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടാണ് എന്നോട് പറയുന്നതും ആ എമൗണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് സെയിൽ പ്രൈസാണ് ഞാൻ കൊടുത്ത എമൗണ്ട്. ആ സെയിൽ പ്രൈസ് എങ്ങനെയായിരിക്കും അപ്പോൾ കിട്ടുക? അതിൻ്റെ ശരിക്കും ഒറിജിനൽ എമൗണ്ടിൻ്റെ കൂടെ ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളോട് സെയിൽ പ്രൈസ് അവർ പറയുക. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ യു മസ്റ്റ് യൂസ്ഡ്. As I said, the question is little bit difficult. You have to think in advance. That is only one way to solve the question under this chapter. There is no another trick. You may think that you can digest these kind of things in a very easy way. No. You have to think in advance. You have to think one step ahead. Then only you could catch this kind of question. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചില കുട്ടികൾക്ക് ടാക്സ് 8% ഓഫ് എക്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ചില കുട്ടികൾ ഇത് ബൈ ഹാർട്ട് ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ബൈ ഹാർട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ടാക്സ് 8% ഓഫ് എക്സ് ആയത്? അതിൻ്റെ ഒറിജിനൽ എമൗണ്ട് നമ്മൾ എക്സ് രൂപ എന്ന് എടുത്തു. ഇതിൻ്റെ ഒറിജിനൽ എമൗണ്ട് ആണോ 5400 രൂപ? അല്ല. കാരണം എന്താ? 5400 രൂപ കച്ചവടക്കാരൻ നമ്മളെടുത്ത് മേടിക്കുന്ന എമൗണ്ടാണ്. അതല്ല അതിൻ്റെ ഒറിജിനൽ എമൗണ്ട്. ഒറിജിനൽ എമൗണ്ടിൻ്റെ കൂടെ ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് അയാൾ സെയിൽ പ്രൈസായിട്ട് നമ്മുടെ മുമ്പിൽ പറയുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒറിജിനൽ എമൗണ്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതാണ് എക്സ് രൂപ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആ എക്സ് രൂപ കണ്ടുപിടിക്കാനാണ്, ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. കാരണം എന്താ? ദ പ്രൈസ് ബിഫോർ വാറ്റ് വാസ് ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആ സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആ സാധനത്തിൻ്റെ ഒറിജിനൽ വില. ആ ഒറിജിനൽ വിലേനെയാണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ എക്സ് ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെ. ഇനി അടുത്തത് ടാക്സ് 8% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 8% ഓഫ് വാട്ട്? ചില കുട്ടികൾ 8% ഓഫ് 5400 എന്ന് എഴുതും. ഒരിക്കലും പറ്റില്ല. ഇതതിൻ്റെ ഒറിജിനൽ വിലയല്ല. ഒറിജിനൽ വിലേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടാക്സ് ഉണ്ടാവുക. സോ 8% ഓഫ് എക്സ്. അതിനുശേഷം ഇങ്ങനൊരു എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്തു. ഈ സിറ്റുവേഷന് യോജിച്ച എക്സ്പ്രഷൻ. കാരണം എന്താ? സെയിൽ പ്രൈസ് ഞാൻ കൊടുത്ത വില എങ്ങനെയായിരിക്കും കിട്ടുക? അതിൻ്റെ ഒറിജിനൽ എമൗണ്ടിൻ്റെ കൂടെ ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് കച്ചവടക്കാരൻ നമ്മളുടെ അടുത്ത് സെയിൽ പ്രൈസ് മേടിക്കുക. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ യു മസ്റ്റ് യൂസ് ആൻഡ് റീപ്ലേസ് every single data in terms of numbers. So SP is given as what?
replace SB by 5400. Its original amount we have mentioned as X, and tax is nothing but 8% of X. So that is nothing but 8 by 100 into X. No? So that otherwise 8x by 100. So it become 8x by 100, and you can give the denominator 1 and cross multiply and do the further things. So 5400 is equal to cross multiply 100 into x is 100x plus 1 into 8x is 8x divided by 1 into 100 is 100, and you just see the magic. You can take this 100 to left side, so it becomes 5400 into 100 is equal to 100x plus 8x become 108x. From this expression we will get the value of x as 5400 into 100. Take this 108 to left side. So ഇത് ആദ്യം അതുപോലെ എഴുതി എന്നിട്ട് ഈ 108 ലെഫ്റ്റ് സൈഡിലോട്ട് ഇടുമ്പോൾ ഡിവൈഡ് ബൈ 108 വരും. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. നിങ്ങൾക്ക് ഇനി ഇത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറയട്ടെ. പല രീതിയിൽ ക്യാൻസൽ ചെയ്യാം. ഞാൻ പല രീതിയിൽ 2 വെച്ചൊക്കെ ക്യാൻസൽ ചെയ്യാം, 5 വെച്ച് ക്യാൻസൽ ചെയ്യാം, 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്യുന്നവർ അങ്ങനെ ക്യാൻസൽ ചെയ്തോളൂ. വേണമെങ്കിൽ അങ്ങനെ ക്യാൻസൽ ചെയ്യാം അല്ലേ. 100 108 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇൻ 10 ഹൗ മെനി 2s ആർ 5 2s ആർ 10, ഇവിടെ 4 വരും. ഇവിടെ ഇൻ 10 ഹൗ മെനി 2s ആർ 5 2s ആർ 10 0 വരും. പിന്നെ ഈ 54 5400 ക്യാൻസൽ ചെയ്തത് 54 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇൻ 54 ഹൗ മെനി 54 1, ഇൻ 54 ഹൗ മെനി 54 1. രണ്ടിനെയും 54 വെച്ചിട്ട് തന്നെയും ക്യാൻസൽ ചെയ്യുന്നത്. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1 വരും. ഇവിടെ 54 എത്ര 54 1, പിന്നെ ഈ 0 ഇങ്ങനെ കയറ്റുക. അപ്പോൾ 100 ഇൻറ്റു 50 എത്ര വരും 500. സോറി 50 ഇട്ടിട്ട് 2 0. യെസ് 5000 rupees. ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി 5000 rupees. ഇപ്പോൾ ഈ ക്യാൻസലേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്യാൻസലേഷൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 108 എന്നാണ്. ഇത് രണ്ട് നമ്മൾ 2 വെച്ച് ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ 54 ഇവിടെ 100 വന്നു. പിന്നെ 54 5400 ഞാൻ 54 വെച്ച് ക്യാൻസൽ ചെയ്തു. അപ്പം ഇങ്ങനെ വരും. ഓക്കെ, സോ ഇവിടെ 50 ആണല്ലോ അല്ലേ. സോ 50 ഇൻറ്റു 100 വിൽ ബി 5000 rupees, and this is the value of x. Or you can write the conclusion as the original amount of the hair dryer is 5000 rupees. Otherwise the amount before VAT added is 5000 rupees, and this is the answer for the question. You may understood, no? And this is it. You may understood. If you feel any doubt, just call me and clarify your doubts. Okay, and let me add one more thing. Tomorrow or next class we are going to open the next session, that is the last session of this chapter, interest, compound interest and simple interest, and it is most important and the most difficult topic in this chapter. So get ready for that, and you can expect my call today. In the last class I failed to select one, but today I am going to select. That means today I am going to select any one of you and I will make them present, or I will choose any one student from your side randomly, and in the I will make he or she as a teacher. Whoever I am choosing, that student must prepare a video class of the topic which I am going to give. Okay, maybe the same topic. No, it should be the same topic. ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ തരും. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ അത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. സോ it is a suspense. I'm not going to announce the name in advance. So get ready for that. Thank you. Please practice each question twice. Thank you. Stay safe.